ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ട് കുറച്ച് ന്യൂസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇറാനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതായത് ഇറാൻ ഇപ്പോൾ ഒരു പേടിയിൽ, അതായത് ഇസ്രായേൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ USA അമേരിക്ക ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടിയിൽ. കാരണം ഈ ഒരു അമേരിക്കയും UK-യും ഇസ്രായേലും മാറി മാറി ഈ ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇവരൊരു ദിവസമാണെങ്കിൽ അവരൊരു ദിവസം, ഇങ്ങനെ മാറി മാറി അറ്റാക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇറാന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടന്നേക്കാം എന്നുള്ള നിലയിലുള്ള ഒരു പേടി അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് സിറിയയുടെ ഉള്ളിൽ ഇറാൻ നിർമ്മിച്ചു വെച്ചിരുന്ന ഒരു മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അടിച്ചു തകർത്തതിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഇറാൻ നല്ല രീതിയിൽ ഒരു വൈൽഡായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇറാനിലെ നല്ലൊരു പേടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പേടി മൂലമാണ് ഇവർ ഏതെങ്കിലും ഒരു രാജ്യം സ്വമേധ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമോ, ഇപ്പം ഇസ്രായേൽ ഇറാനെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു അനൗൺസ്മെന്റോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ടൊന്നും കൊടുത്തിട്ടില്ല. എന്ന് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഇരിക്കെ തന്നെ അവര് സ്വമേധയാ വെളിയിൽ വന്ന് പറയുകയാണ്, അഥവാ ഇസ്രായേൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അതൊരു ഫുൾ ഫ്ലഡ്ജ് വാറായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്, ഇറാൻ അതുപോലെ തന്നെ തിരിച്ചടിക്കും എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാണംകെട്ട സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു രാജ്യവും ഇങ്ങനെ സ്വമേധയായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ല എന്നുള്ളതാണ്. എനിവേ, ഇറാൻ അതും പറയും, ഇതിന്റെ മുകളിലും പറയും, നമുക്കറിയാം. കാരണം എന്ത് തരത്തിലുള്ള നാണക്കേടോ അപമാനമോ ഏത് രീതിയിലുള്ള അറ്റാക്ക് നടന്നാലും അത് കൃത്യമായിട്ട് ഒളിച്ച് മറച്ച് മൂടി വെച്ചിട്ട് അവർ കൃത്യമായി ഞങ്ങൾ ഭയങ്കര സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഇതുവരെ ഇറാനിൽ കണ്ടുവരുന്നത്. കഴിഞ്ഞ 4 വർഷം ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇറാനിലുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാൻ വിറ്റഴിച്ചിട്ടുണ്ട്. അതൊരു വലിയ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ആ പത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ബൈഡന്റെ ഒരു സഹകരണം കൊണ്ട് ഇങ്ങനെ ഒരു കാശെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഈ ബൈഡനാണ് പ്രത്യേകിച്ച് ഈ ഒരു ഹിസ്ബുള്ളയ്ക്കും ഈ ഹമാസിനൊക്കെ ഇറാൻ ഇങ്ങനെ ഫണ്ടിങ് ചെയ്യാനുള്ള ഒരു കാരണകർത്താവായിട്ട് തീർന്നത് ഈ ബൈഡനാണ്. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് തന്നെ ഈ ഒരു ന്യൂസ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബൈഡൻ ഈ ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇത് കൃത്യമായി സാങ്ഷൻ ഇട്ട് തടഞ്ഞു വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രമാത്രം പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഒരു തീവ്രവാദ സംഘടനാ ഗ്രൂപ്പുകൾ ഇങ്ങനെ വളർന്നു വരില്ലായിരുന്നു. ഒരു പരിധി വരെയെങ്കിലും ഇവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമായിരുന്നു. കാരണം പണമാണല്ലോ എല്ലാത്തിനും ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഈ പണം ആധാരമാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയൊക്കെ വളർന്നതിൽ പണം തന്നെയാണ്. അതിനും ഇറാന്റെ പണം വളരെ അനിവാര്യമായിരുന്നു. ഈ സിറിയ മുതൽ ഇറാഖിലുള്ള ആ റെജീംസ് എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ കൊഴുത്ത് വളർന്നത് ഈ ഒരു എണ്ണപ്പണത്തിൽ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇറാന്റെ എണ്ണപ്പണത്തിലാണ്. അത് ബൈഡൻ ഒരു പങ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സെയിൽസ് റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത് സിറിയയ്ക്കുള്ളിൽ 2 ടീമുകൾക്ക് നല്ല രീതിയിലുള്ള പിരിമുറുക്കം ഉണ്ടായി വരുന്നുണ്ട്, രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഇറാൻ, മറ്റൊന്ന് തുർക്കി. കാരണം ഇതിനു മുമ്പ് അസാദ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു HTS വന്ന ഉടനെ തുർക്കിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ ആയിട്ട് തുർക്കിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ സിറിയയ്ക്കുള്ളിൽ തുർക്കിക്ക് വലിയ ഫീൽ ഒന്നുമില്ല. സിറിയയ്ക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇസ്രായേലും അമേരിക്കയുമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കൂടാതെ മറ്റുള്ള അറബ് രാജ്യങ്ങൾ, അതായത് മറ്റുള്ള സൗദി അറേബ്യ, ജോർദാൻ, UAE ഇതേപോലത്തെ രാജ്യങ്ങൾക്കൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അല്ലാതെ തുർക്കിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് കൊടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എർദോഗൻ സ്വമേധയാ കരുതിയിരിക്കുന്നത് HTSന്റെ കൺട്രോൾ മൊത്തം തുർക്കിയുടെ കയ്യിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് വെറും നാടകം മാത്രമാണ്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ക്രിയേറ്റ് ആവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ആ രീതിയിൽ തുർക്കി സ്വമേധയാ ഞാനാണ് സിറിയയെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് റെഡിയാക്കി എടുത്തത് എന്നുള്ള ഒരു വാശി മുന്നോട്ട് വെച്ചിട്ട് ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതായത് ഇറാനിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ഓയിൽ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് നേരെ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു രീതിയിലുള്ള ടാക്സിൽ വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ടാക്സിന്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇറാനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ അതിനെതിരെ നല്ല രീതിയിലുള്ള കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഇറാനും തുർക്കിക്കും എതിരെ ഒരു ക്ലാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കോൾഡ് വാർ ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ അവർ ഓപ്പണായിട്ട് ഡയലോഗ് നടത്തുന്നുണ്ട്. ഈ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ഇവര് ട്രംപിനെ മീറ്റ് ചെയ്തു. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. കാരണം ഒരു സിസിലിയ സല എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇറാൻ. അപ്പൊ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു പോളിസിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം. അപ്പൊ അത് എന്തുകൊണ്ടാണ് വെച്ചതെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പണ്ടേ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് US-ന്റെ 3 സോൾജേഴ്സിനെ ജോർദാനിൽ വെച്ച് വധിച്ച കേസിൽ ഒരു പ്രതിയെ പിടിച്ച് ഇറ്റലിയിൽ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അയാളെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് വിടണം. അതാണ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രതിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇറാൻ
ഈ ഒരു ലേഡിയെ വെച്ച് ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സിസിലിയ സല എന്ന് പറഞ്ഞ ഈ ഒരു ഇറ്റാലിയൻ പത്രപ്രവർത്തകയെ പിടിച്ചു വെച്ചിട്ട് ബാർഗൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ട്രംപ് വളരെ കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രഹസ്യ സംഭാഷണം ഇന്ന് ന്യൂയോർക്കിൽ നടത്തപ്പെട്ടു. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ഒരു പ്രതിയെ വിട്ടുകൊടുക്കരുത്. അപ്പൊ അതിഭീകരമായ ടെക്നോളജിക്കൽ ക്രിമിനലാണ്, അവനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാ സിസിലിയ സലാക്ക് എന്താണോ അവരെ റിലീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള മാർഗം, അതിന് വേറെ മാർഗം ഒരുക്കാം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞ് ജോർജിയ മെലോനിയെ സമാധാനിപ്പിച്ച് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ തന്നെ ജർമ്മനിയിൽ ഇറാനെതിരെ ഒരു പ്ലോട്ട് കേസ് റെഡിയായി വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2023 ഒരു ആക്ടറിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്ലോട്ട് കേസ്, അത് മിസ്സായി. പക്ഷെ ആ കേസിനെ ചൊല്ലി ഒരു കേസ് ജർമ്മനിയുടെ ഭാഗത്തും വരുന്നുണ്ട് ഇറാനെതിരെ. ഇറാനെ കൃത്യമായിട്ട് പൂട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അത് അടുത്ത കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും ഇറാനും തമ്മിലാണ് ചെറിയൊരു ക്ലാഷ്. ആ ക്ലാഷ് ചെറുതല്ല, ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്നലെ ഒരു പ്രവൃത്തി ചെയ്തത് ബലൂചിസ്ഥാൻ മേഖലയിൽ കൃത്യമായിട്ട് ഇറാന്റെ ബോർഡറിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു എയർ സ്ട്രൈക്ക്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ അത് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അതായത് ക്രോസ് ബോർഡർ ആയിട്ട് അതായത് അതിർത്തി കടന്നു വന്ന് ഒരു ആക്രമണം ചെയ്തതിൽ ഇറാന് നല്ല രീതിയിലുള്ള അമർഷമുണ്ട്. ആ അമർഷം കൃത്യമായിട്ട് പാകിസ്ഥാനെ അവർ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടത് ബലൂചിസ്ഥാനികളാണെങ്കിലും ഇറാൻ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണ്ടംപ്റ്റ്, ഇറാൻ അക്കാര്യത്തിൽ ഒരു അമർഷം പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ഇത് തുടർന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തുടരെ അറ്റാക്കുകൾ നടത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ കുറച്ച് മുറിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇപ്പൊ അതായത് ഇവരൊക്കെ ഗാസയെ ചൊല്ലി പല രീതിയിലും ഒരുമിച്ച് നിന്ന ആൾക്കാരാണ്. ഇപ്പൊ അതാ തുർക്കി ഒരു സൈഡിൽ ഇറാനുമായിട്ട് ക്ലാഷ് ചെയ്യുന്നു, പാകിസ്ഥാൻ ഇത് അടുത്ത് ഇറാനുമായിട്ട് ക്ലാഷിലാവുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറാന്റെ സമയം ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രഞ്ച് നേവൽ ഷിപ്പ് അത് കഴിഞ്ഞ ആഴ്ച മൊത്തം ഗോവയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണ് ഇപ്പോൾ ഒരു പര്യടനം നടത്തുന്നത് അവര്. അപ്പൊ അവര് ഇന്ന് ഇന്നലെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നും കൊച്ചിയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു നേവൽ, അതായത് ഇന്ത്യൻ നേവിയും ഫ്രഞ്ച് നേവിയും ചേർന്നുള്ള പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് ഷിപ്പ് ഇന്ത്യ വിസിറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഛത്തീസ്ഗഡിൽ 4 തീവ്രവാദികളെ കൊന്നിട്ടുണ്ട്. അവിടെ ഛത്തീസ്ഗഡ് പോലീസ് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനിൽ ഏർപ്പെട്ടത്. അപ്പൊ അത് 4 പേരും തന്നെ ഇടത് തീവ്ര ചിന്താഗതിയുള്ള നക്സലുകളാണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈന ഡ്രോൺ മാനുഫാക്ചറിംഗിൽ ഭയങ്കരമായിട്ട് അഡ്വാൻസ്മെന്റോട് മുന്നോട്ട് പോകുകയാണെന്നുള്ളത്. അപ്പൊ അവർ ഏതാണ്ട് മില്യൺ കണക്കിൽ 2026 ഏതാണ്ട് മില്യൺ കൗണ്ട് വരുന്ന ഡ്രോൺ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇത് ഇന്ത്യ അതിനെതിരെ ഒന്നും ചെയ്തില്ല, അത് ഓക്കെ, ഇന്ത്യക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചോ. കാരണം ഇപ്പൊ 2 മില്യൺ 1 മില്യൺ ഡ്രോൺ ഒക്കെ അവർ ഉത്പാദിപ്പിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന US ഇന്റലിജൻസ് അവർക്കെതിരെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ആ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഡ്രോണുകൾ മൊത്തത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇനി ചൈനയുടെ അടുത്ത് ആരെങ്കിലും ചൈനീസ് മെയ്ഡ് ഡ്രോൺ മേടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ US ഈ ഒരു സാങ്ഷനിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സാങ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ചൈന അതിശക്തമായും അതിരൂക്ഷമായും വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അത് അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഇവർക്ക് അമേരിക്ക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൈന ഇവിടുന്ന് മുളക് പൊടി ഉൾപ്പെടെ ഏതോ റയർ എർത്ത് മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞ കുറെ സാമഗ്രികളൊക്കെ ഇവർ ബാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ കമ്പനികൾ ഇവരുമായിട്ട് ചൈനയുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറെ കമ്പനികൾക്കെതിരെയും ഇവർ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഡ്രോൺ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഡ്രോൺ വിഷയത്തിൽ ഇപ്പം US ഭാഗത്ത് MQ കാറ്റഗറിയിലുള്ള പല തരത്തിലുള്ള ഡ്രോണുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെതിരെയൊക്കെ ഇവർക്ക് ബാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ബാൻ ചെയ്താൽ തന്നെയും അത് മറ്റുള്ള രാജ്യങ്ങൾ, അത് മേടിച്ച് യൂസ് ചെയ്യാവുന്ന രാജ്യങ്ങൾ അതൊന്നും ഒരു രീതിയിലും വകവയ്ക്കാനും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ US ഒരു ബാൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ള രാജ്യങ്ങൾ വകവയ്ക്കും. അതുകൊണ്ട് ചൈനയുടെ ഒരു ബിസിനസ് അതിൽ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിയാനുള്ള സാധ്യതയുണ്ട്, ഈ ഒരു ഡ്രോൺ ബിസിനസ്. അതുപോലെ തന്നെ ഇവര് വേണമെങ്കിൽ ഇവരുടെ ഡ്രോൺ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഇവർക്ക് തന്നെ ഉണ്ടാക്കി ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇത് പുറത്ത് വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണം എന്നില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി ഒരു 4 വർഷത്തേക്ക് ഈ ഒരു ഡ്രോൺ വിഷയം ഇങ്ങനെ തന്നെ ആയിരിക്കും. US അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് ട്രംപ് ചുമതലയേൽക്കാൻ ഷീ ജിൻപിങ്ങിനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് US ഭാഗത്ത് നിന്ന് ചൈനയ്ക്കെതിരെ ഇങ്ങനെ ഒരു നടപടി വന്നിരിക്കുന്നത്. ഇത് അതിനിർണായകമായിട്ടുള്ള നടപടിയായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള യൂനസും പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ, അവർ രണ്ടും പാകിസ്ഥാൻ തന്നെയാണ്. ഒന്ന് വെസ്റ്റേൺ പാകിസ്ഥാൻ, ഈസ്റ്റേൺ പാകിസ്ഥാൻ. അപ്പൊ ഈ 2 പാകിസ്ഥാനികളും കൂടെ ഇപ്പം ബംഗ്ലാദേശ് ഇല്ല കേട്ടോ, ബംഗ്ലാദേശ് ഇല്ലല്ലോ ഇപ്പം.
ഇപ്പോൾ പാകിസ്ഥാനാണ്, ഈസ്റ്റ് പാകിസ്ഥാനാണ്. ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന ഇറങ്ങിയതോടുകൂടി ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടു. ഇപ്പൊ അതിന്റെ പേര് ഈസ്റ്റ് പാകിസ്ഥാനാണ്. അങ്ങനെ പറയാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് കേട്ടോ, ഈ രണ്ട് ബോർഡറുകളിലും ഇന്ത്യ അതിശക്തമായി മിലിറ്ററി സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ കൂടുതലായിട്ടുള്ള ആൾക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി മെഷേഴ്സ് കൂടുതലായിട്ട് നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. യൂനസും ഷഹബാസ് ഷെരീഫും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്. പക്ഷേ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോബോട്ടിക് മെത്തേഡിലാണ് ഇപ്പം കംപ്ലീറ്റ് പാകിസ്ഥാന്റെ സൈഡിലൊക്കെ നമ്മൾ ആ ബോർഡർ ലൈൻ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് മെഷേർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇന്ത്യ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തത് എന്തായാലും വളരെ നന്നായി. കാരണം ഇല്ലെങ്കിൽ യുവമാർ ഏത് നേരത്തെ അകത്തോട്ട് കയറി വരും എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും ഊഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് UAE എത്തിയായിരുന്നു. UAE ഭരണാധികാരിയുമായിട്ട് നടത്തിയ സംസാരത്തിൽ ട്രേഡ് അതുപോലെ എനർജി രണ്ട് വിഷയങ്ങളിലും കുറച്ച് സഹകരണം വേണം, UAE സഹായം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെയും സഹായം അഭ്യർത്ഥിക്കാനാണ് പോയത്, അല്ലാതെ UAE എന്തിനു പോകാനാണ്, ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും കണ്ട് സംസാരിച്ച സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചകള് ഷേക്ക് കൊടുത്തേക്കുമായിരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ട്രേഡ്, എനർജി, ഈ രണ്ട് മേഖലയെ കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് ഷഹബാസ് ഷെരീഫ് അവിടെ പോയത്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ആ എൻറ്റയർ റിപ്പോർട്ടിൽ ഈ ഒരു ട്രേഡും ഈ ഒരു എനർജിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് ആസ് യൂഷ്വൽ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ബയർ സെല്ലർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുന്ന കാര്യമാണ്. അല്ലാതെ എനർജിയുടെ കാര്യത്തിൽ ഇതുവരെ ഒന്നും അതിന്റെ ഡെവലപ്മെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഇനിഷ്യൽ ടോക്ക് മാത്രമാണ്. അടുത്ത് പറയാൻ പോകുന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ അതാണെന്ന് പറയാം. അതായത് ഇസ്രായേൽ വീണ്ടും ബെൻ ഗുറിയൻ കനാൽ ആ ഒരു സബ്ജക്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ഈ കനാല് ഇസ്രായേൽ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ ഒരു ന്യൂസ്, ഈ ഒരു വാർത്ത ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈജിപ്തിനും ചൈനയ്ക്കുമാണ്. കാരണം ചൈന ഇസ്രായേലിനെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാജ്യമല്ല. ഈജിപ്റ്റ് ആണെങ്കിൽ സൂയസ് കനാലിന്റെ എല്ലാ സുഭിക്ഷമായിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അപ്പൊ ഇതില് ഇസ്രായേൽ ഈ ഒരു ബെൻ ഗുരിയൻ കനാല് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂയസ് കനാൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ പിന്നെ ഈ സൂയസ് കനാൽ വഴിയാണല്ലോ അതുവഴി വന്ന ഈ റെഡ് സീ വഴി ഈ ഒരു ഹൂത്തികളെയൊക്കെ ടച്ച് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. പക്ഷെ അതേസമയം ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ഒരു ബെൻ ഗുരിയൻ കനാൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൂത്തികളെ ടച്ച് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ വാർത്ത വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പണ്ടേ ഇസ്രായേലിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇത് പണ്ടേ ഹൈപ്പോതെസിസ് ആയിട്ട് ഇരുന്ന ഒരു വിഷയമാണ്. അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മാപ്പോട് കൂടി ഇസ്രായേൽ ഇതാ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതായിരിക്കും ഒരു ചർച്ച. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് കഴിയുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇസ്രായേൽ വെക്കുന്ന ഒരു ചെക്കാണ്. കൃത്യമായിട്ട് ഈ പ്രോജക്ട് നടന്നു കഴിഞ്ഞാൽ ലോകത്തിന് ഇതിനെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന ഈ സൂയസ് കനാലിന്റെ ഒരു അധിക ഭാരം ഈ ട്രാൻസ്ഷിപ്മെന്റ് ഏരിയയിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോജക്ട് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.